അതിഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഷോർട്ട് ഫിലിം മേഖല ഇന്ന് ബിഗ് സ്ക്രീൻ, അതായത് വലിയ സിനിമ പോലെ തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സിനിമ എടുക്കുന്ന അതേ മേക്കിംഗ് തന്നെയാണ് ഒട്ടുമിക്ക ചെറു സീരിയലുകളായാലും അതേപോലെ തന്നെ ആൽബംസ് ആയാലും ഒക്കെ തന്നെ. അതിൻ്റെ സാങ്കേതിക വിദ്യ വളരെയധികം മെച്ചപ്പെട്ട ഒരു കാലവും കൂടിയാണ് ഈ കാലം. സിനിമ മോഹം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് സിനിമാ മോഹികളായ കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സിനിമ എടുക്കണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതണം എന്നൊക്കെ ഉള്ള മോഹവുമായി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയ ഒരു കാലം. അവിടുന്ന് തിരിച്ച് വീണ്ടും കേരളത്തിൽ വരികയും സിനിമ തന്നെ ജീവിതം എന്ന് കാണുകയും ചെയ്ത ഒരു വ്യക്തി അവസാനം ഇപ്പോൾ ഷോർട്ട് ഫിലിം രംഗത്ത് വളരെ സജീവമായിരിക്കുകയാണ് ശ്രീ നടരാജൻ പട്ടാമ്പി. നമുക്ക് വളരെ സ്നേഹത്തോടെ നടരാജനെ ഇതിലേക്ക്, ഈ അതിഥിയിലേക്ക് സ്വാഗതം ചെയ്യാം. നടരാജൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക്, അതായത് സിനിമ എന്നൊരു മോഹവുമായി, എനിക്ക് തോന്നുന്നു പഠിപ്പ് പോലും ഉപേക്ഷിച്ചിട്ട് സിനിമയുടെ പിന്നാലെ പോയ ഒരു വ്യക്തി കൂടിയാണ് നടരാജൻ, അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു ചെറുപ്പകാലം, ഒരു സിനിമയുടെ മോഹം ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ ആദ്യം കാണുന്ന സിനിമ, തിയേറ്ററിൽ പോയിട്ട് ആദ്യം കാണുന്ന സിനിമ ചിലപ്പോൾ രാജാവിൻ്റെ മകനാണെന്ന് എൻ്റെ ഓർമ്മ. അത് അച്ഛൻ്റെ കൂടെ പോയിട്ടാണ് കണ്ടത്. സിനിമ കണ്ട് കണ്ട് പിന്നെ വളർന്നപ്പോൾ നമുക്ക് സിനിമയും നമ്മുടെ ഉള്ളിലൊരു മോഹമായിട്ട്. സിനിമയിൽ അത് ഇപ്പോൾ എന്തായിട്ടാണ്, ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ പല സാങ്കേതിക വശങ്ങളുണ്ട്. ഇപ്പോൾ ക്യാമറ ഉണ്ട്, കഥയുണ്ട്, പിന്നെ ഡയറക്ഷൻ ഉണ്ട്, അഭിനയമുണ്ട്, അല്ലേ, പാട്ടുണ്ട്, എല്ലാ മേഖലകളും ഉണ്ട്. ഏത് മേഖലയെ ഏറ്റവും കൂടുതൽ മനസ്സിൽ, അതായത് ഞാൻ ഒന്നുകിൽ അഭിനയിക്കണം എന്നാണോ, എന്തായിരുന്നു തോന്നിയിരുന്നത്? ഇല്ലേ, നമ്മൾ അഭിനയിക്കാനൊന്നും അന്നറിയില്ല, ഇന്നും അറിയില്ല. അത് ആ മോഹം ആയതിനെ അപ്പം തന്നെ മാറ്റി വെച്ചു. പിന്നെ എങ്ങനെ ആവാം എന്നുള്ളത് നമുക്ക് കഥ പറയാം, കഥ മാത്രം കൊടുക്കാം. അങ്ങനെ ഒരു അത് ഭയങ്കര ഒരു മാർക്കറ്റുള്ള ഒരു വിപണന സാധ്യത ഉള്ളതാണ് കഥ. അപ്പോൾ അത് കൊടുക്കാം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ മദ്രാസിലേക്കൊക്കെ യാത്ര ചെയ്യുക. കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ച് കഥ നമ്മൾ അന്ന് അതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് ശരിയാവും എന്നുള്ള ഇതിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് കഥ മനസ്സിലും കുറച്ച് പേപ്പറിലായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഏകദേശം വിദ്യാഭ്യാസ കാലഘട്ടം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ്, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ എങ്ങനെയായിരുന്നു പിന്നെ സിനിമ കണ്ടതോടുകൂടി തന്നെ 10ാം ക്ലാസ് തോറ്റു. അങ്ങനെ ഉണ്ടായിട്ട് സിനിമ കണ്ടതുകൊണ്ട് കണ്ടതോടല്ല, മോഹം കൂടി പഠിക്കാണ്ട് നമ്മള് 10ാം ക്ലാസ് തോറ്റു. പിന്നെ നമ്മൾ സിനിമ കാണുക. പിന്നെ എൻ്റെ അച്ഛൻ ഒരു മരമിൽ തൊഴിലാളിയായിരുന്നു, എൻ്റെ കട്ടറായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പിന്നെ കൂടുതൽ പൈസ നേടുക, അതായത് സിനിമ കാണുക എന്നുള്ള ഒരു ഇതിൽ അതിന് വേണ്ടിയിട്ടാണ് ജോലി കൂടി പോണത്. പോയിട്ട് പോലും സിനിമ കാണണം അങ്ങനെയുള്ള മോഹമായിരുന്നു. പിന്നെ ഞാൻ മദ്രാസിൽ പോയി. സ്ക്രിപ്റ്റും കൊണ്ടാണ് പോയിരിക്കുന്നത്? ഇല്ല, അന്ന് സ്ക്രിപ്റ്റ് എഴുതാനൊന്നും അറിയില്ല. അന്ന് നമ്മൾക്ക് പിന്നെ കഥ കുറച്ചിങ്ങനെ പേപ്പറിൽ എഴുതി കുറച്ച് മനസ്സിലുണ്ട്. അങ്ങനെ ആദ്യം പോയത് വിജയകാന്തിന്റെ ഓഫീസിലേക്കാണ്, തമിഴ്നാട്ടിൽ തന്നെ. തമിഴ്നാട്ടിൽ. അത് അന്ന് തമിഴ് പടങ്ങൾ ഒരുപാട് കണ്ടിട്ട് ആവേശം കൊള്ളുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു മസാല അങ്ങനത്തെ ഒരു കഥ തട്ടിക്കുട്ടി നമ്മൾ മദ്രാസിൽ പോയി. വിജയകാന്തിനെ, അപ്പോൾ വിജയകാന്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞു. അയാളുടെ മാനേജറുടെ പേര്, ഓഫീസ് മാനേജറുടെ പേര് കണ്ണൻ എന്നായിരുന്നു. എൻ്റെ പേരും കണ്ണൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 വർഷത്തിന് പിന്നെ കഥ ഓൾറെഡി ഉണ്ട്, വേണ്ട പറഞ്ഞു. പിന്നെ മലയാളിയുടെ ഒക്കെ ഒരു അഭിമാനമായിട്ടൊരാളുണ്ടായിരുന്നു മദ്രാസിൽ, കാതലൻ ജെന്റിൽമാനൊക്കെ എടുത്ത KT കുഞ്ഞുമാൻ. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പിന്നെ കോടീശ്വരൻ എന്നുള്ള പടം ചെയ്തിട്ട് ഇതായിരിക്കും ടൈമാണ്. ആ പടം ഇതുവരെ റിലീസായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകനെ വെച്ചിട്ട് ആ സമയത്താണ് നമ്മളത് പോയിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. അന്നും അദ്ദേഹത്തിന്റെ മാനേജറിനെ കണ്ടിട്ട് മടങ്ങി പോയി. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇപ്പോഴും ഇടയ്ക്ക് മദ്രാസിൽ ഞാൻ പോകാറുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ ജോലിയിലും കാര്യങ്ങളായിട്ട് നടക്കേണ്ട, ഈ മോഹം വെച്ച് നടക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുന്നത്. അത് എന്നെ എൻ്റെ ഒരു മൊബൈല് വാങ്ങാൻ, അന്ന് ഈ പിന്നെ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ കാലഘട്ടം. അങ്ങനെ നമ്മൾ ഇങ്ങനെ പഴയ ഫോൺ വാങ്ങുക, പുതിയത് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ പഴയ ഫോൺ, ഈ നോക്കിയോൻ്റെ പഴയ സെറ്റുകളൊക്കെ വാങ്ങുക. അന്ന് ക്യാമറ ഒക്കെ മൊബൈലിൽ ഇങ്ങനെ വരുന്ന ടൈമാണ്. അപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിൽ വെച്ചാൽ ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അവൻ ഒരു പഴയ സെറ്റ് സുന്ദരമായിട്ട് എന്നെ ഭയങ്കര വിദഗ്ധമായി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചവൻ. എന്നുവെച്ചാൽ അവൻ ഭയങ്കര ഒരു കച്ചവട
മെന്റാലിറ്റിയോട് കൂടി. അപ്പം അവൻ്റെ ആ ഒരു സാമർത്ഥ്യത്തോടെ എന്നെ ഒരു പഴയ സെറ്റ് ഞാനത് എനിക്കെന്തോ മഹാ അത്ഭുതം തരുന്നമാതിരി എന്നെ കൂടെ വാങ്ങിപ്പിച്ചു. അങ്ങനെയാണ് അവനെ ഞാൻ പരിചയപ്പെട്ടത്. അവരുടെ പേര് ഷിഹാബ് തന്നെയാണോ? അല്ല, അവന്റെ വീട് ഓങ്ങല്ലൂർ. പിന്നെ അവൻ അറിയപ്പെടുന്നത് ഷിഹാബ് ഓങ്ങല്ലൂർ എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ആക്ച്വലി അത് പറഞ്ഞപ്പോഴാണ് നടരാജൻ പട്ടാമ്പി ആണെങ്കിൽ പോലും ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റിയാണ് നടരാജന്റെ വീട്. ശരി. ആക്ച്വലി ഒരു സ്ഥലത്തിനെ പറ്റി അറിയാൻ നമ്മൾ ഇന്ന സ്ഥലത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പേരിന്റെ കൂടെ പട്ടാമ്പി എന്നും കൂടെ ചേർത്തിട്ട്. ഓക്കെ. ഷിഹാബ് അപ്പോൾ ഓങ്ങല്ലൂരാണ്. ഷിഹാബ് ഓങ്ങല്ലൂരാണ്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവനാണ് എന്നെ അതുകൂടെ അവനെ കണ്ടുമുട്ടത് കൂടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു. ഞാൻ എനിക്കൊരു സംശയം എന്താ വെച്ചാൽ നമ്മളൊരു മൊബൈൽ വാങ്ങുന്നത് ഒരു സിനിമയൊക്കെ ആയിട്ട് എങ്ങനെയാ കണക്റ്റഡ് ആയത്? അതെന്ന് വെച്ചാൽ ആ മൊബൈൽ ഷോപ്പിന്റെ ഉടമ ഷെരീഫ് എന്ന് പറഞ്ഞ ആളാണ്. മരുദൂറിലാണ്. ഓങ്ങല്ലൂർ മരുദൂരിലാണ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സ്റ്റാഫായിരുന്നു അവൻ. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഷെരീഫ് പറഞ്ഞിട്ടുണ്ടോ ഇവൻ ഒരു സിനിമ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു സിനിമ ഭ്രാന്തനാണ്. അപ്പൊ നമ്മൾ ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്തനെ തിരിച്ചറിയണം അവിടെ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അവനെ പരിചയപ്പെടുന്നതും. അപ്പൊ അന്ന് മുതൽ ഞങ്ങള് ജീവിതം മാറി എന്ന് പറയാം. അവനെ കണ്ടുമുട്ടോട് കൂടി നമ്മുടെ ജീവിതത്തിന്റെ വേറൊരു തലത്തിലേക്ക് എന്തൊക്കെയാണ് പിന്നീട്? പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ സിനിമയെ പറ്റിയിട്ടും അവന്റെ കൂടെ ഞങ്ങൾ ജൂനിയർ പോയിട്ടുണ്ട്. കുറെ അവനും ഇങ്ങനെ ഒരുപാട് സിനിമകളിലേക്ക് അവൻ ജൂനിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ അവന്റെ കൂടെ. പിന്നെ അന്ന് ഈ ഷോർട്ട് ഫിലിമൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങി ഷോർട്ട് ഫിലിമൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ ടൈമാണ്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം എന്നുള്ളതിൽ പറഞ്ഞപ്പോൾ അവന്റെ ഒരു നിർബന്ധത്തോടു കൂടിയാണ് നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഏതായിരുന്നത് അത്? ഹലോ ആരാന്നാണ് പേര്. ഹലോ ആരല്ലേ? ആ പേരിൽ തന്നെ എന്തോ ഒരു അതാണ് ആ ഷോർട്ട് ഫിലിം. അതൊരു ചെറിയ നിക്കോൺ ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓഹോ, ശരി. അതിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി അഭിനയിച്ച 10 വർഷം. 10 വർഷത്തോളമായി. ആദ്യത്തെ അതാണ്. എന്തായിരുന്നു ഒരു എന്തായാലും ഒരു ചെയ്യുമ്പോൾ നമ്മളൊരു അൻറ്റും ഒരു സ്റ്റാർട്ടും ഒക്കെ വേണമല്ലോ. ഒരു തീം എന്തായാലും ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അത് എന്തായിരുന്നു മനസ്സിലുണ്ടായത്? ഫോണിൽ കൂടെ പിന്നെ ഒരു ആൺകുട്ടീനെ അവരുടെ സുഹൃത്തുക്കൾ തന്നെ ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിച്ചിട്ട് ഒരു പെൺകുട്ടിയല്ല ആൺകുട്ടീനെ തന്നെ അവന്റെ സുഹൃത്തുക്കൾ ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ സംസാരിച്ചിട്ട് പൈസ പിന്നെ ഇതാക്കണൊക്കെയാണ് അതിന്റെ. അങ്ങനെ അതായിരുന്നു ആ സ്റ്റോറി. എങ്ങനെ ഈ ഒരു സ്പാർക്ക് കിട്ടിയത്? എങ്ങനെയാണ് ഈ ഒരു കഥ അത് ചെയ്യാം? അത് ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ വഴിക്ക് അത്ര ന്യൂസുകൾ ഒരുപാടുണ്ടായിരുന്നു. പേപ്പറിലും വാർത്തകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട്. പിന്നീട് അന്ന് ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇന്നിപ്പോൾ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം സാങ്കേതികമായിട്ടും മൊബൈൽ ഫോൺ തന്നെ വളരെയധികം സാങ്കേതികമായിട്ടും മാറിക്കഴിഞ്ഞു അല്ലേ? നമുക്കെല്ലാം ഇപ്പോൾ ഒരു മൊബൈലിൽ ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വളരെ പക്ഷെ അറിയില്ല, പലപ്പോഴും ഇത് മൊബൈൽ തന്നെ എടുത്തതാണോ എന്ന് അറിയാത്ത വിധത്തിൽ തന്നെ ഇന്നത് ചെയ്യാം. സാങ്കേതിക വിദ്യ ഒരുപാട് മാറി. ആ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഒരു ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഫിലിം ചെയ്യുന്ന പോലെ തന്നെ എഡിറ്റിംഗ് ഉണ്ട്, ശബ്ദം പുറത്തുനിന്നുള്ള വരാൻ പാടില്ല, സ്റ്റുഡിയോ റെക്കോർഡിംഗ് വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വേണ്ടതാണ്. അതൊക്കെ എങ്ങനെ ഞങ്ങൾ തരണം ചെയ്തത് എങ്ങനെ വെച്ചാൽ എഡിറ്റ് ചെയ്തവൻ തന്നെയാണ്. അവൻ എഡിറ്ററും അവ പഠിച്ചിട്ടില്ല. എഡിറ്റിംഗ് അവന്റെ വീട്ടിൽ തന്നെ ചെയ്തു, ഡബിങ് അവന്റെ വീട്ടിൽ തന്നെ ചെയ്തു. കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കൊടുന്ന് അവന്റെ വീട്ടിൽ തന്നെ ഡബിങ് ചെയ്തു. നമുക്ക് ഡബിങ്ങിന്റെ എക്സ്പീരിയൻസ് ആയി, എഡിറ്റിങ്ങിന് അവന്റെ എക്സ്പീരിയൻസ് ആയി. ഗുരുവും ശിഷ്യനും ഗുരു അങ്ങനെ തന്നെ എല്ലാവരും രണ്ടുപേരും. ഞാനും അവനെ എന്റെ ഗുരുവായിട്ടും എന്റെ കൂട്ടുകാരനായിട്ടും എന്റെ അനിയനായിട്ടും അവൻ ചെയ്യുന്ന ഫിലിമിന്റെ കൂടെ പോയിരുന്നു പറഞ്ഞല്ലോ. ഏതൊക്കെ ഫിലിമിലാണ് അവനെ അസോസിയേറ്റ് അല്ല ചെയ്തിരുന്നത്? അവൻ ആദ്യം കാലഘട്ടത്തിൽ ഷോർട്ട് ഫിലിമിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 10-50ഓളം ഷോർട്ട് ഫിലിം ചെയ്തു. ഇപ്പൊ അവന്റെ ഒരു വർക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് റഷീദ് പറമ്പിൽ പറയും, അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ മാസം ഇറങ്ങി, ഈ മാസമല്ല ഈ വർഷം ഇറങ്ങി. അത് ഗ്യാങ്സ്റ്റർ എന്നാണ് പേര്. ഒരു ആക്ഷൻ ഷോർട്ട് ഫിലിം ആയിരുന്നു. അതൊരു സിനിമ ചെയ്യണമാതിരി സിനിമയുടെ ഒരു ആക്ഷൻ സിനിമ ചെയ്യണമാതിരി ആ ഒരു മൂഡിൽ ചെയ്ത വർക്കാണ്. അത് കണ്ടിട്ടാവാം ഒരു കന്നഡ എന്നുള്ള ഒരു പുതിയ പുതുമുഖ ഡയറക്ടർ അവനെ വിളിച്ചിട്ട് പടത്തിന്റെ പേര് PP എന്നാണ്. PP എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ പാണ്ഡു എന്നാണ് പടത്തിന്റെ പേര്. അതിന്റെ ഇപ്പൊ ക്യാമറമാൻ ഫസ്റ്റ് ഷെഡ്യൂൾ പടത്തിന് ഷൂട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഷെഡ്യൂൾ ഇപ്പോൾ ആരംഭിക്കും. എങ്ങനെയാണ് ഈ ഒരു കന്നഡ ഒരു കണക്ഷൻ ഉണ്ടാവാൻ എങ്ങനെയാ സാധ്യത? ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഫേസ്ബുക്കോ അങ്ങനെ ഷെയർ ചെയ്യാൻ സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ ഒരു വർക്ക് കണ്ടിട്ട് തന്നെയാണ് അതെ നേരിട്ട് വിളിക്കായിരുന്നു. നേരിട്ട് വിളിച്ച. ഓക്കെ. അതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയൊക്കെയായിരുന്നു ശരിക്കും? അത് അവിടെ കണ്ണട ഉള്ളേരിയയിലായിരുന്നു. ശരി, എനിക്ക് തോന്നുന്നു സൗത്ത്
നോർത്ത് കർണാടകയൊക്കെ ആവും ചിലപ്പോൾ, കുറച്ച് ഇന്റീരിയർ ഏരിയ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞു എനിക്ക് ആ പേര്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്തില്ല, അതിന് ശേഷം എത്ര ഷോർട്ട് ഫിലിം ചെയ്തു? ഞാനൊരു 7 ഷോർട്ട് ഫിലിം ഞാൻ എഴുതി സംവിധാനം ചെയ്തു. പിന്നെ ഒരു തമിഴ് ഷോർട്ട് ഫിലിം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ റഷീദ്, അവന് വേറെ ഷോർട്ട് ഫിലിം ഞാൻ എഴുതി സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. പിന്നെ എൻ്റെ 8ാമത്തെ ഷോർട്ട് ഫിലിമിന് എൻ്റെ വർക്കിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു എൻ്റെ പേര് കള്ളൻ എന്നാണ്. അപ്പൊ ഇന്നലെ അതിന്റെ ടീസർ ഷൂട്ടായിരുന്നു. ഓക്കെ, എന്താണ് അതിന്റെ ഒരു തീം എന്താണ് ശരിക്കും? കള്ളനാണ്. പിന്നെ കള്ളന്റെ നമ്മൾ ഒരു സിനിമയിലും അധികം കാണിക്കാത്ത ഒരു ജീവിതം, കുറച്ച് ഭാഗങ്ങൾ നമ്മളതിൽ കാണിക്കും. മിക്ക സിനിമയിലും ഒന്നിലും കള്ളൻ ദുഷ്ടനാവാം, അല്ലെങ്കിൽ ഒരു കോമഡിയനാവും, അല്ലെങ്കിൽ കള്ളൻ നല്ല ഒരു കള്ളന്റെ ഒരു മാസവശങ്ങളെ കാണിക്കാത്തുള്ളൂ. ഇപ്പൊ അത് കാണിക്കാത്തൊരു കള്ളൻ പൗത്രനിലുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു. കള്ളൻ പൗത്രൻ ഉണ്ട്, ഓർമ്മയുണ്ട് അല്ലേ? ഓക്കെ. ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കള്ളനാണെങ്കിൽ പോലും കള്ളനേക്കാൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അയാളുടെ സ്വഭാവം. അതേപോലെ കള്ളൻ എന്ന് പറഞ്ഞാൽ വ്യക്തി, സമൂഹത്തെ ഒരു വ്യക്തി തന്നെയാണല്ലോ. ഒരു കള്ളനായാലും അയാൾ പ്രൊഫഷണലി ഒരു കള്ളനായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പ്രാരബ്ധം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ ഒരു കള്ളനായി തീർന്നതായിരിക്കാം അല്ലേ, സ്വാഭാവികമായിട്ടും. ഇപ്പോൾ നടരാജൻ ഒരു ഫിലിം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫിലിം ചെയ്യാത്ത അവസ്ഥ വന്ന കാലഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി അടുത്തത് ഒരു ഫിലിം ചെയ്യണം എന്നുള്ള മോഹമായിട്ടാണ് നടക്കുന്നത് അല്ലേ. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിയും നമ്മൾ കൈയാളുന്ന അല്ലെങ്കിൽ ഒരു കലയോ അല്ലെങ്കിൽ മറ്റെന്തെന്നെ തൊഴിലായാലും അത് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കള്ളൻ എന്ന ഒരു കേന്ദ്ര ബിന്ദുവിനെ അത് ഏതൊരു ഡൈവേർഷനിലാണ് അത് മാറി വരുന്നത്? അത് അയാളുടെ സ്വഭാവത്തെ കള്ളൻ എന്ന ടൈറ്റിൽ കൊടുത്തു എന്തായാലും ഈ കള്ളൻ്റെ ഒരു സ്വഭാവമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ല അവൻ്റെ പക്ക കള്ളനായിട്ടാണോ സ്ക്രീൻഷോട്ട് ചെയ്യണമെന്ന് ചോദിച്ചു? അത് നമ്മൾ ഈ കള്ളൻ എന്നുള്ളൊരു പേര് അതൊരു വെറും ഒരു വിളിപ്പേരല്ല. അത് തലമുറകളോളം നമ്മളതിനെ അത് പിന്തുടരും. അതൊരു ചാപ്പ കുത്തുന്ന മാതിരിയാണ്. അത് ഒരിക്കലും അത് അല്ലെങ്കിൽ ഒരു കല്ലുമ്മ വെട്ടുന്ന മാതിരിയാണ്. അത് അതും കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഒരാളൊരു കള്ളനായിട്ടുണ്ടെങ്കിൽ അത് അവൻ എത്ര തലമുറ കഴിഞ്ഞാലും അവൻ മരിച്ചു പോയാലും അവൻ്റെ മക്കളേനെ കള്ളൻ്റെ മകൻ എന്നല്ല പറയും. ഓപ്പണായിട്ട് പറയില്ലെങ്കിലും നേരിട്ട് പറയില്ലെങ്കിലും അങ്ങനെ പറയും, അവൻ്റെ അച്ഛൻ കള്ളനായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ കള്ളനായിരുന്നു എന്ന് പറയും. അപ്പൊ അത് അത്തരത്തിലൊരു ഇതും കൂടി അതൊരു ചാപ്പയാണ്. അത് ഒരിക്കലും മാഞ്ഞു പോയില്ല. അതൊരു വിളിപ്പേര് മാത്രമല്ല, ഒരു തൊഴിലിന്റെ പേര് മാത്രമല്ല, അതൊരു ചാപ്പയാണ്. അതും കൂടി നമ്മൾ പറയേണ്ടത്. കള്ളനായാലും കൊലപാതകയായാലും അവർക്കൊക്കെ ഒറ്റപ്പെടലും വേദനയും അതൊരു മനുഷ്യസഹജം. അതും കൂടി നമ്മളിതിൽ പറയാം. തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതെ ഒരു ജീവി ഉണ്ടാവില്ല. മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴെങ്കിലും അങ്ങനെ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ അതൊന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ മറ്റുള്ള ചില ഈ സാമൂഹിക ഇന്നിപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അതിനെ ബേസ് ചെയ്തിട്ട് കഥ പുറത്ത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് അവരൊക്കെതിരെ ജനങ്ങൾ തിരിയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അല്ലേ. അത്തരം സന്ദർഭങ്ങളൊക്കെ ഞാനൊരു വർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു സമാന്തര സിനിമയായിട്ട് ചെയ്യണം എന്നുള്ളതാണ്, ഒരു സ്പെഷ്യൽ സിനിമയായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. കുഴലി എന്നാണ് പേര്. കുഴലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തന്ന ഒരു ടൈറ്റിലാണ് അവനോ. അപ്പൊ കുഴലി എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയുള്ള സുന്ദരിയായ പെൺകുട്ടികളെ കുഴലി എന്ന് പറയാം. അവൾക്ക് പ്രസവിക്കാനും കൂടി കഴിവുള്ള സ്ത്രീകൾക്ക് അങ്ങനെ വിളിക്കുന്ന പേരാണ് കുഴലി എന്നുള്ളത്. അപ്പോൾ ആ ഒരു വർക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ ചെറിയൊരു വിവാദം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു വിഷയമാണ്. ഞാൻ ഇതുവരെ ചെയ്തതൊന്നും അത്ര വലിയ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ന് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് തടസ്സപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് വെറുതെയെങ്കിലും അല്ലെങ്കിൽ അത് നടക്കരുത് എന്നുള്ള മോഹമായിട്ടാകും, അല്ലെങ്കിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. യേശുവിൻ്റെ 1-ാം തിരുമുറിവാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഒരു കഥ പ്രസിദ്ധീകരിച്ചിട്ട് അതിനെ മുടക്കുന്നത്. അത് എന്താ വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ സംഘടനകൾ ഇപ്പോൾ കവികളും പിന്നെ കലാകാരന്മാരൊക്കെ ഒന്നിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഇപ്പം നമ്മളൊരു രചനയ്ക്ക് ഇപ്പോൾ ഒരു മേക്കിംഗ് നടക്കുന്ന സമയത്ത് അതിനെ നമ്മളെ ശരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പൈസ മുറക്കി വിചാരിച്ചോളും, ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞു, ഇനി റിലീസ് ചെയ്യാൻ വേണ്ടു പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഭയങ്കര ഒരു വിഷമമുള്ള പിടിച്ചൊരവസ്ഥയാവും. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ പലരും ഞാനും ഭയപ്പെടുന്നുണ്ട്. അതെ അതെ, ഏതൊരു കലാകാരനും കവിയാവും ആരും അല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥേനെ ഭയപ്പെടുന്നുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ
പറയാനുള്ള ഇടം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വശത്തുനിന്ന് മാത്രം ശബ്ദിക്കുകയും മറുവശത്തു നിന്ന് എതിർ ശബ്ദം ഉയരുകയും ചെയ്യുമ്പോൾ അതിനെ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോഴല്ലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് അപ്പുറത്തുനിന്ന് ഒരാൾ അഭിപ്രായം വന്നാലല്ലേ. തീർച്ചയായിട്ടും തെറ്റും ശരിയും തീർച്ചപ്പെടുത്തുന്ന ആരാണ് ശരിക്കും? ആക്ച്വലി ഇപ്പോൾ കലാകാരൻ നമ്മളൊരു വർക്ക് ചെയ്തു, അത് നമ്മൾ ശരിയാണ് ശരി അല്ലേ, ഇത് തെറ്റാണെന്ന് ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകനായിരിക്കും, ഒരു പക്ഷേ അല്ലെ പ്രേക്ഷകനിൽ ഒരു വിഭാഗം ആൾക്കാരുകളായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള അവരുടെ ഒരു ചേതവികാരം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ നമുക്കൊരു പക്ഷേ പ്രവചിക്കാൻ പറ്റില്ല. ഒരൊറ്റ ഇത് മതി. ഇപ്പോൾ അതിൽ സ്പർദ്ധയുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്പർദ്ധയുണ്ട്, അല്ലെങ്കിൽ ഒരു ജാതി സ്പർദ്ധയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്താൻ എല്ലാവർക്കും കഴിയും സ്വാഭാവികമായിട്ടും. പക്ഷേ ഒരു നടരാജനെ പോലുള്ള ഒരു കലാകാരൻ്റെ എഫേർട്ട്, അതായത് ജീവിതം മുഴുവൻ ഈ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ജീവിതത്തിനോ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് അത്രയും അത് പലതും, അതായത് സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണ് അല്ലേ, അതിൻ്റെ ടെക്നിക്സ്, അത് അവർ നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് പുറത്ത് വന്നാൽ അതിൻ്റെ ക്യാമറാമാൻ ആകാംക്ഷയോടെ കാത്തിരിക്കും, അത് എങ്ങനെ ഉണ്ടാവും ഈ വർക്ക് അല്ലേ, എൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അഭിനയിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാട്ടാണെങ്കിൽ എങ്ങനെ, അതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് ഡബ്ബിങ് ഒക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. എല്ലാവരും വളരെ ഈ കലാകാരന്മാരൊക്കെ നോക്കി കാണുന്ന, അതായത് ഒന്ന് റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ ആഗ്രഹത്തിന് വിഘാതം വരുന്ന ഒരവസ്ഥ എല്ലാവരെയും ബാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ളൊരു കടന്നുകയറ്റം ഇന്ന് വളരെയധികം ഉണ്ട്. ഇതിനെപ്പറ്റി ഒരു നടരാജൻ്റെ ഒരു അഭിപ്രായം എന്താണ് ശരിക്കും? അത് കടന്നുകയറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കവിത എഴുതി അത് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് ഇത് അല്ലേ? അത് എല്ലാ കാലഘട്ടത്തിലും വളരെ ഇപ്പൊ കുറച്ച് കൂടുതലാണ് ഞാൻ പറയുന്നത്. അത് ഇനിയിപ്പോ മാറ്റം വരുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, വളരെ മാറ്റം വരണം എന്നുള്ള ഒരു ആവശ്യം. അത് കലാകാരൻ അല്ലെ, ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും. കലാകാരനെ പ്രത്യേകിച്ചും എൻ്റെ കല കാണേണ്ടത് പ്രേക്ഷകനാണ് അല്ലേ. ആ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ സിനിമ സിനിമയെന്നാണ്. എന്നുവെച്ചാൽ സിനിമയ്ക്ക് വലിയ ഒരു വലിയ തുക, ഭീമമായ തുക മുടക്കിയിട്ടും റിലീസിന്റെ തലേ ദിവസമൊക്കെ ചിലപ്പോൾ സ്റ്റേ വാങ്ങാം, റിലീസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ അത് സിനിമയ്ക്കാവും കൂടുതൽ അതിന്റെ ഒരു കിട്ടുന്നത്. സിനിമ ചെയ്യാൻ ഇപ്പൊ സിനിമയുടെ എന്തായാലും ഇപ്പൊ ഇത്രയൊക്കെ ആയി, സിനിമ വലിയൊരു മോഹം തന്നെയായിരുന്നല്ലോ ചെറുപ്പത്തിലും. അതെ, ഇപ്പോഴും ആ മോഹം മനസ്സിലുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഒരു സിനിമ ചെയ്യും. ഒരു സിനിമയല്ല, ഒരുപാട് സിനിമ ഞാൻ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസത്തെ എന്തായാലും എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഞാൻ ജീവവായു തന്നെയാണ്. തീർച്ചയായും ഭക്ഷണം കഴിക്കുന്ന പോലെ, ഉറങ്ങുന്ന പോലെ, ശ്വസിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് സിനിമ. ഇപ്പൊ സിനിമ കാണാൻ പോകാറുണ്ടല്ലോ, നല്ല എല്ലാ സിനിമകളും കാണും, എല്ലാ ടൈപ്പ് സിനിമകളും. ഞാനിപ്പോ ഇപ്പൊ കുറച്ച് പനിയായിട്ട് കുറച്ച് ദിവസം കാണുന്ന സിനിമ കാണാൻ കുറച്ച് അഥവാ അല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ലാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ സിനിമ കാണാൻ നോക്കാറുള്ളൂ. അല്ലാണ്ടൊക്കെ മിക്ക സിനിമ ഇപ്പൊ ഇത്രയും ആയില്ലോ. നമുക്ക് ഒരു നടരാജനെ പോലുള്ള ഒരു സിനിമ കലാകാരൻ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഏതൊക്കെ മൂല്യങ്ങളെ അല്ലെങ്കിൽ ഏതൊക്കെ സാങ്കേതിക വിദ്യകളെ വിലയിരുത്താറുണ്ട് ശരിക്കും? അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ഒരു പടം നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് എങ്ങനെ വിലയിരുത്താൻ കഴിയും? നടരാജൻ എങ്ങനെ വിലയിരുത്തും? അത് പിന്നെ ഒരു ഇന്റർവ്യൂവിൽ ഗൗതം വാസുദേവമേനോൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം സിനിമ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയ മുതൽ സിനിമയായിട്ട് കണ്ടിട്ടില്ല, അതിനെ ഓരോ പാർട്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മളും ഇപ്പോൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ മിക്ക വശങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത്രയും അത്രയും നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് സിനിമയെ കഥയിലേക്ക് ലയിച്ചു പോകാറുണ്ട്. അത് നമ്മൾ അത്രയും ഇതായിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഉണരും. നമ്മുടെ ഉള്ളിലത്തെ ചെറിയൊരു എന്തെങ്കിലും നോക്കിയിട്ട് നമ്മുടെ അതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. വിമർശിക്കാനല്ല, പഠിക്കാനാണ് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഇപ്പം അഭിനേതാക്കൾ സ്കൂൾ ഓഫ് ഡ്രാമയെന്നോ അല്ലെങ്കിൽ അഭിനയ കളരി എന്നൊക്കെ വരുന്നവരായിരിക്കാം പലരും. അതേപോലെ തന്നെ എല്ലാ ടെക്നീഷ്യൻസും അങ്ങനെ ഒരു ചിട്ടയായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യ എല്ലാം തന്നെ മനസ്സിലാക്കിയ വ്യക്തികളായിരിക്കും. പക്ഷേ നടരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത് ചെയ്യുമ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യ ഒന്നും വശമല്ലാത്തൊരു വ്യക്തി ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയല്ലേ? മനസ്സിലായില്ല പറഞ്ഞാൽ നമ്മളിപ്പോൾ പല ആംഗിളിലും ഇപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അഭിനയം പഠിച്ചവരാണ് അഭിനയിക്കുന്നത്, അല്ലാത്തവർ അഭിനയിക്കുന്നുണ്ട്. നടരാജനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല അല്ലേ, ഒരു കളരിയിലും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ മനസ്സിലുള്ള ഒരു കല അല്ലെങ്കിൽ മനസ്സിൽ ഒരു കഥ അത് എഴുതി വയ്ക്കണു, അതൊരു സിനിമയാക്കണു. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് അത് നമുക്ക് ഏറ്റവും ഒരു നോവൽ എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ ചെറുകഥ എഴുതുന്ന ആൾ അയാൾ ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം വായിക്കുക എന്നുള്ളതാണ്. അതെ, അതുപോലെ തന്നെയാണ് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സിനിമ അറിയാൻ ആഗ്രഹിക്കുന്ന ആദ്യം ചെയ്യേണ്ട സിനിമ അറിയാണ്, സിനിമ
കാണുക എന്നുള്ളതാണ്, ഏറ്റവും കൂടുതൽ സിനിമ കാണുക എന്നുള്ളതാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ അതെ അതെ. പിന്നെ നമ്മുടെ മനസ്സിലൊരു സിനിമയും അത് അതിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അതെ. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഇതൊക്കെ നേരത്തെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, എന്നാൽ പോലും ആദ്യം വേണ്ടത് സാമ്പത്തികം തന്നെയല്ലേ? സാമ്പത്തികം. അത് നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടിയാൽ മാത്രമേ നമുക്കത് തീരെ ഒരു മുടക്കമില്ലാതെ അത് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ സിനിമ ചെയ്യും, ഒരു ഒന്നല്ല ഒരുപാട് സിനിമ, ആ ഒരു കോൺഫിഡൻസ് നല്ലത് തന്നെ. പക്ഷേ എങ്ങനെ അത് ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊല്ലോ പറഞ്ഞ മാതിരി നമ്മൾ എന്തൊരു കാര്യം ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ എൻ്റെ ജീവിതം വഴിമാറ്റിവിടാൻ ഷിഹാബ് ഓങ്ങല്ലൂർ എങ്ങനെ എൻ്റെ മുന്നിൽ വന്നോ, അതേമാതിരി ബാക്കിയുള്ള എൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ എൻ്റെ മുന്നിൽ വന്നു, അതേമാതിരി എൻ്റെ ആദ്യത്തെ വലിയ സിനിമയുടെ പ്രൊഡ്യൂസർ എൻ്റെ മുന്നിൽ വരും എന്നുള്ള ഒരു കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. അപ്പം നമ്മൾ ഇപ്പോൾ ഒക്കെ എല്ലാം ഒത്തു വന്നു. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ആദ്യം ചൂസ് ചെയ്യുക ഏത് നടനെയായിരിക്കും ഒരു നല്ലൊരു കഥ കിട്ടിയാൽ? അത് കഥയനുസരിച്ചാണോ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു സ്ഥിരം ഫോർമുല ഉണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടല്ല ചെയ്യുക. ഞാൻ എൻ്റെ ആദ്യത്തെ ചിലപ്പോൾ ചെയ്യാൻ എൻ്റെ കുഴലി എന്നുള്ള സിനിമ ആദ്യം ചെയ്യാം. അതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. അതല്ലെങ്കിൽ ഇല എന്ന് പറഞ്ഞിട്ടൊരു മനസ്സിലുണ്ട്. അതൊരു ഒറ്റ ലൊക്കേഷൻ സിനിമയാണ്. അത് ഒരു കാറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്ഥലത്ത് വെച്ചോ നടക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് സിനിമകളെ സാധ്യത കൂടുതൽ ചെയ്യാനുള്ള സാധ്യത. പിന്നെ സിനിമയാണ്, നമുക്ക് എന്താ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ചിലപ്പോൾ അതിന്റെ ആ വഴിക്ക് അത് പോകും. ശരിയാണ്. എന്ന് വെച്ചാൽ അപ്പം അല്ല, കൂടുതലും നമ്മ വഴിക്ക് വരും, ചിലപ്പോൾ അവരെ വഴിക്ക് പോകും. അങ്ങനെ ആവാം. എന്തായാലും എൻ്റെതായിട്ടുള്ള ഒരു മാർക്ക് ഞാൻ അതിൽ തീർച്ചയായിട്ടും അടയാളം ഞാൻ വരുത്തിയിരിക്കും. വരുത്തണം എൻ്റെ ആഗ്രഹം. എന്തായാലും തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കലാകാരനായാലും അഭിനേതാവായാലും ഡയറക്ടറായാലും എല്ലാം ആരായാലും ശരി, കുടുംബം എന്ന് പറയുമ്പോൾ അത് ഒരു തടസ്സമായി എപ്പോഴും നിൽക്കാറുണ്ട്. കുടുംബക്കാർ തടസ്സം എന്നല്ല പറയുന്നത്, നമുക്ക് കുടുംബജീവിതം ഒരു തടസ്സം തന്നെയാണ് എപ്പോഴും പലപ്പോഴും. എന്താണ് കുടുംബം ഇപ്പം എങ്ങനെയാണ്? കുടുംബം എനിക്ക് 5 മക്കളാണ്. ഓക്കെ. വൈഫ് ജോലിക്കൊന്നും പോകില്ല, സാധാരണ അമ്മയാണ്. അമ്മ ഉണ്ട് വീട്ടിൽ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ മൂത്തകള് +1 പഠിക്കുകയാണ്. ഓക്കെ. ഇവിടെ പട്ടാമ്പി തന്നെയാണ്. ഓക്കെ. ബാക്കി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കും. ചെറിയ ആൾക്ക് 2 വയസ്സാവണുള്ളൂ. ഇതിൽ ഏറ്റവും മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും കലാപരമായിട്ട് വല്ല? അവള് പിന്നെ നാടകത്തിലൊക്കെ പോയി, ചിലപ്പോൾ A ഗ്രേഡിൽ ഒരു നാടകത്തിന് +1 പോയി. പിന്നെ അവള് ചെറുകഥ എഴുതിയിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. പിന്നെ കവിത എന്തൊക്കെ കുറച്ചൊക്കെ എന്തൊക്കെ അവൾക്കുണ്ട്. ഞാൻ കൂടുതൽ അവളുടെ കാര്യം നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ പറയില്ല. പക്ഷെ നമ്മളൊരു കൺട്രോൾ ഉണ്ടാവുക മാത്രമേ പാടുള്ളൂ. എല്ലാത്തിനും കൂട്ടിയിട്ട് അത് ചെയ്യരുത് പറഞ്ഞാൽ കുട്ടികളൊന്നും ചെയ്യാൻ കഴിയില്ല. അവര് ചെയ്യണം. നല്ല വഴിക്ക് പോകണം എപ്പോഴും. ഞാൻ അവളെ അധികം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറയാറില്ല. അങ്ങനെയുള്ള ഒന്നും അധികം അവരവരുടേതായ സ്വാതന്ത്ര്യത്തിന് വിടണം തീർച്ചയായും. എന്നാലേ അവർക്ക്. പക്ഷെ എന്തും കുട്ടികളോട് നമ്മളോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അപ്പോൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അത് പറയുകയും വേണം. അപ്പോൾ നല്ലൊരു എന്നെക്കാളും കൂടുതൽ എൻ്റെ അമ്മോടാണ് അവള്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ നമ്മളൊരു റിലേഷൻഷിപ്പ് കുറച്ച് അകന്ന് നിൽക്കുക എപ്പോഴും. അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഇനി എന്താ അംബീഷൻ മനസ്സിൽ? എന്താ ആഗ്രഹം? സിനിമ തന്നെയാണ്. എന്തായാലും ആ ഒരു ആഗ്രഹം നടക്കട്ടെ. എന്തായാലും ഞാൻ സിനിമ ചെയ്യും. സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖത്ത് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സിനിമ ചെയ്യും. ഒരു സിനിമക്കാരനായിട്ട് എന്തായാലും നടരാജൻ അറിയപ്പെടട്ടെ. സംവിധായകനാവട്ടെ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ കഥയാണല്ലോ സ്ക്രിപ്റ്റാക്കി മാറ്റുന്നത്. എന്തായാലും അതിനുള്ള എല്ലാ ഒരു വിൽ പവർ ഉണ്ട് എന്ന് വെച്ച് എനിക്ക് തോന്നുന്നു. അതായത് ഞാനാവും, നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ആ വഴിക്ക് തന്നെ നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് തീർച്ചയായിട്ടും. ആ ഒരു മോഹം എന്തായാലും സാഫല്യത്തിൽ എത്തട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് നമ്മളിൽ എന്നും ആരും ഗ്രഹം ചൊരികട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും STVയും ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞ് അരമണിക്കൂർ ഞങ്ങൾക്ക് എത്തി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയും, നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തതിന് വളരെ സന്തോഷം. നമസ്കാരം. വീണ്ടും ഒരു അതിഥി അടുത്ത ആഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.